പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സീനിയർ ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വീണ്ടും നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ 3 പാഠങ്ങളും മക്കളെ നിങ്ങൾ നന്നായി പഠിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഓൺലൈനിലൂടെ ക്ലാസ്സുകളിൽ മാത്രം കേൾക്കുകയല്ല, പാഠപുസ്തകങ്ങൾ നന്നായി വായിക്കുകയും അതോടൊപ്പം പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യും. അതിലെ മനഃപ്പാഠ വാക്യങ്ങളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കും എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 3 പാഠങ്ങളോടുള്ള ബന്ധത്തിലും നിങ്ങൾ അങ്ങനെ നന്നായി ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. അതുകൊണ്ട് വചനം ധ്യാനിക്കാനൊക്കെ നിങ്ങൾ അവസരങ്ങൾ വേർതിരിക്കണമെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. നമ്മൾ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തെ ഒരു ഉപകരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം പഠിക്കുകയുണ്ടായി. അത് കാഴ്ചയപ്പത്തിൻ്റെ മേശയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നിലവിളക്കാണ്. കവരവിളക്ക് എന്നൊക്കെ പറയപ്പെടുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തെ പ്രഭാപൂർണമാക്കുന്ന നിലവിളക്കുകളെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 40-ാം വാക്യം വരെയും 39-ാം അധ്യായം 37-ാം വാക്യവും രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1-ാം വാക്യമാണ് മനഃപ്പാഠം പഠിക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനവാക്യമാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യം. മക്കളെ, നിങ്ങൾ കാണാതെ പഠിക്കണം. വിശുദ്ധ സ്ഥലത്ത് കാണുന്ന ഈ നിലവിളക്ക് കാഴ്ചയപ്പത്തിൻ്റെ മേശയ്ക്ക് നേരെ എതിർഭാഗത്താണ് ഈ നിലവിളക്കുള്ളത്. അപ്പത്തെ പ്രഭാപൂർണമാക്കുന്നത് ഈ നിലവിളക്കിലെ വെളിച്ചമാണ്. അതിൻ്റെ ഇടത്ത് ഭാഗത്ത്, സമാഗമന കൂടാരത്തിൻ്റെ ഇടത്ത് ഭാഗത്താണ് നിലവിളക്ക് വെച്ചിരിക്കുന്നത്. നമ്മുടെ വേദവാക്യങ്ങളിൽ അത് കാണാം. ഇത് 7 കവരങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന് കവരവിളക്കെന്നാണ് പറയുന്നത്. 7 കവരകൾ ഇതിന് ഉണ്ട്. അത് തങ്കം കൊണ്ട്, തനിത്തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ വിളക്ക്. ഇതിൻ്റെ ഈ വിളക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് ജോയിൻ്റ് ചെയ്തിട്ടില്ലാത്തതാണ്. അടിച്ചുപണിയായി രൂപപ്പെടുത്തിയെടുത്തതാണ്. ഒറ്റ തങ്കത്തിൽ നിന്ന്, തങ്കം ഉരുക്കി അതിൽ നിന്നും ഇങ്ങനെ വന്നിട്ടുള്ളതായാണ് ഈ വിളക്ക്. ഈ കവരവിളക്ക് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ജീവിതത്തെ ശോഭാപൂർണമാക്കുന്ന, ദേവാലയത്തെ ശോഭാപൂർണമാക്കുന്ന പരിശുദ്ധാത്മാവാണ്. 7 കവരങ്ങൾ എന്ന് പറയുന്നത് 7 പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ് എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ ഭാവങ്ങളെ കാണിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ 7 ആത്മാക്കൾ എന്നൊക്കെ പറയുന്നു. പരിശുദ്ധാത്മാവിന് ഒരാത്മാവാണ്. 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ 7 സ്വഭാവ ഭാവങ്ങളെ കുറിച്ച് പറയുന്നതാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ പകരപ്പെട്ട അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവെന്നാണ്. അങ്ങനെ ആത്മാവിൻ്റെ 7 ഭാവങ്ങളെ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എളിയവരുടെ സദ്വർത്തമാനം ഘോഷിപ്പാൻ, നമ്മൾ മനഃപ്പാഠം പഠിക്കേണ്ട വാക്യത്തിൽ യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം. ഈ 7 കവരങ്ങൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുള്ള 7 ആത്മഭാവങ്ങളെ കുറിച്ച് ആണ് എന്നുള്ള നിലയിലാണ് നാം ഇന്ന് ഈ വചനത്തിലൂടെ പഠിക്കുന്നത്. 7 അഭിഷേകങ്ങൾ ആണ് ഇത്. പരിശുദ്ധാത്മാവിൻ്റെ 7 വിധത്തിലുള്ള അഭിഷേകങ്ങളാണ് ഇത്. അതിൽ ഒന്നാമത്തത് യഹോവയുടെ ആത്മാവ് എന്ന പദമാണ്. കവരവിളക്കത്തിൻ്റെ നടുക്കത്തെ തണ്ട് ഈ ആത്മാവിനെ കാണിക്കുന്നതാണ്. ഇത് സുവിശേഷം പ്രസംഗിക്കാനുള്ള
അഭിഷേകമാണ്. യേശു പറഞ്ഞല്ലോ, എളിയവരുടെ സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കിയാൽ യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു എന്ന്. അപ്പോൾ യേശു ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട് ലൂക്കോസ് 4:18 വാക്യത്തിൽ. അപ്പോൾ യഹോവയുടെ ആത്മാവ് സുവിശേഷം പ്രസംഗിക്കാനുള്ള ആത്മാവാണ്. രണ്ടാമത്തെ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ, ചെയ്യേണ്ട പോലെ ചെയ്യാൻ, പറയേണ്ടത് പോലെ ചെയ്യാൻ ഒക്കെയുള്ള ജ്ഞാനം, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം തരുന്ന ആത്മാവാണ് രണ്ടാമത്തെ ആത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ശരിയായ നിലയിൽ തീരുമാനമെടുക്കാൻ, ജ്ഞാനികളായി ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, ശലോമോൻ രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിച്ചത് ജ്ഞാനമാണ്. കാരണം ധനമോ മാനമോ ഒന്നും അല്ല, അതൊക്കെ ദൈവം പിന്നെ കൊടുത്തുവെങ്കിലും ജ്ഞാനമാണ് ചോദിച്ചത്. ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 12 വാക്യങ്ങളുണ്ട്. നമ്മൾ വേദവാക്യത്തിലും പഠിക്കേണ്ട ഭാഗങ്ങളിൽ ഒന്ന് അതാണ്. ശലോമോൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം ഉണ്ടായിരുന്നു. ശലോമോൻ്റെ സദൃശവാക്യങ്ങളിൽ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക. ഒരു നേതൃത്വത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രയോജനകരമായ ഗുണമെന്ന് പറയുന്നത് ജ്ഞാനമാണ്. മോശ തനിക്ക് ശേഷം യോശുവയെ ഇസ്രായേലിലെ നായകനായി അഭിഷേകം ചെയ്യുമ്പോൾ ആവർത്തനം 34:9 പറയുന്നത്, അവൻ യോശുവയുടെ മേൽ കൈവച്ച് അവന് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നേതൃത്വത്തിന് ആവശ്യമായത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ തീർച്ചയായും ലഭിക്കും. യാക്കോബ് 1:5 പറയുന്നത്, നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ബത്സിക്കാതെ എല്ലാവർക്കും അവതാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടുന്നതിന് ഈ പുതിയ അഭിഷേകം ആവശ്യമാണ്. സഭായുഗത്തിൻ്റെ ഏറ്റവും അന്ത്യ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന നമ്മളോട് കർത്താവിന് പറയാനുള്ളത്, എന്നോട് ജ്ഞാനം ചോദിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ദൈവം നമുക്കത് തരുവാൻ ശക്തനായ ദൈവമാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് അത്യാവശ്യമാണ് പ്രഭാപൂർണമായ ജീവിതത്തിന്. അടുത്തത് വിവേകത്തിൻ്റെ ആത്മാവാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഗ്രഹിക്കുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവും ഈ അഭിഷേകത്തിൽപ്പെട്ട. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആ വിവേകത്തിൻ്റെ ആത്മാവ് ദാനിയേലിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കുന്നു. ഒരു ദർശനമോ ഒരു പ്രവചനവാക്യമോ ഒരു സ്വപ്നമോ കണ്ടാൽ പോരാ, അത് മാത്രമല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണ്. നെബൂഖദ്നേസറിനും ഫറവോനും ഒക്കെ സ്വപ്നം കണ്ടപ്പോൾ യോസെഫിനും ദാനിയേലിനും ഒക്കെ ഈ ആത്മാവിനെ ദൈവം പകർന്നു കൊടുത്ത് അവരത് വ്യാഖ്യാനിച്ചതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല, വിവേകത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടത് വചനം ഗ്രഹിക്കാനാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് എന്താവശ്യമാണ്? ഈ വിവേകത്തിൻ്റെ ആത്മാവ് ആവശ്യമാണ്. നെഹമ്യാവ് 8:8 പറയുന്നത്, ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിക്കാൻ തക്കവണ്ണം അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വിവേകത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത ആത്മാവ് ആലോചനയുടെ ആത്മാവാണ്. ആലോചനയുടെ ശുശ്രൂഷയുള്ളവർക്ക് ആവശ്യമായ അഭിഷേകമാണ് ഈ ആത്മാവ്. കർത്താവായ യേശുവിൻ്റെ പേരെന്താണെന്നറിയാം? അത്ഭുത മന്ത്രി എന്നല്ലേ. മന്ത്രി എന്ന് പറയുമ്പോൾ ആലോചന പറഞ്ഞു കൊടുക്കുന്നവനെന്നാണ്. മന്ത്രിക്കുന്നവൻ, ആലോചന പറഞ്ഞു കൊടുക്കുന്നത്. യെശയ്യാവ് 9:6 നമ്മളത് കാണുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെ അത്ഭുതകരമായ ആലോചന പറഞ്ഞു കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ മനുഷ്യന് പ്രശ്നങ്ങളുള്ളപ്പോൾ മാനുഷികമായോ മാനസികമായോ മനഃശാസ്ത്രപരമായോ മാനുഷികമായോ ഒക്കെ ആലോചന പറഞ്ഞു കൊടുക്കാൻ ഇടയാകരുത്. പകരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ആലോചന പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഉള്ള ആലോചനകളല്ല അർത്ഥപൂർണമായിരിക്കും. അത് പറയണമെങ്കിൽ
നമുക്ക് ഈ ആത്മാവ് ആവശ്യമാണ്. തിരുവഴുത്തിലെ സത്യങ്ങൾ അനുസരിച്ച് വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മാവ്. നമുക്കറിയാം, ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന 3 സ്നേഹിതന്മാർ തെറ്റായ വിധത്തിലാണ് ആലോചന കുറഞ്ഞു കൊടുത്തത്. അവർ ഇയ്യോബിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ നേരുള്ളവനെങ്കിൽ ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തും, അവൻ പാപിയാണെങ്കിൽ ദൈവത്തിൻ്റെ പാപവിധി അവൻ്റെ മേൽ വരും എന്ന് ഞങ്ങൾ അറിയുന്നു, അതുകൊണ്ട് നീ കപടഭക്തനായിരിക്കണമെന്നാണ് ഇയ്യോബിനെ കുറിച്ചൊക്കെ പറയുന്നത്. ശരിയായ ആലോചന അറിയുന്നില്ല, അത് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. ശരിയായ ആലോചന പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വിവേകത്തിൻ്റെ ആത്മാവ് വേണം. അടുത്തത് ബലത്തിൻ്റെ ആത്മാവാണ്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിലെല്ലാം ഈ ആത്മാവ് വ്യാപരിച്ചു. ശിംശോന്റെ മേൽ വ്യാപരിച്ച് നമുക്കറിയാം. ജീവിതത്തിൽ കായികമായ കഴിവ് കൊണ്ടല്ല ശിംശോൻ അത് ചെയ്തത്, ഗിദെയോൻ അത് ചെയ്തത്, ഇത്താഹ് അത് ചെയ്തത്. അവരത് ചെയ്തത് ഈ ബലത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോഴാണ്. നമുക്കറിയാം, ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഏലിയാവ് ഓടുന്നുണ്ട്. ഏലിയാവിന് ഓടാൻ ഈ ബലം എവിടുന്നാണ് ലഭിച്ചത്? സ്വാഭാവികമായുള്ള കഴിവല്ലല്ലോ, അത് ഈ ബലത്തിൻ്റെ ആത്മാവ് വന്നത്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മണ്ഡലത്തിൽ ഈ കാലത്ത് ജീവിക്കാൻ ഈ ബലത്തിൻ്റെ ആത്മാവ് ആവശ്യമാണ്. ഈ ശക്തിയുടെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. അന്ത്യകാലത്ത് ബലത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടണം. കർത്താവിന് വേണ്ടി ഒരു മഹാസൈന്യമായി യോവേൽ 2:7 പറയുന്നത് പോലെ നിൽക്കാനിടയാകണമെങ്കിൽ ഈ ബലത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണം. നമ്മുടെ സ്വാഭാവിക ബലത്തിനപ്പുറം അസാധാരണമായ ദൈവിക ബലം, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ അതിനെ ഓവർകം ചെയ്യാനുള്ള കരുത്ത് പകരുന്ന ബലം, ആ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. അടുത്തത് 6-ാമത്തതായി പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ്. അത് ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചുമുള്ള അറിവ് നൽകുന്ന ആത്മാവ്. സഭയോട് എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നല്ലേ പറയുന്നത്. അതിന് നമുക്ക് ഈ ആത്മാവ് ആവശ്യമാണ്. 2 പത്രോസ് 1:12 പറയുന്നത് പോലെ നാം ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ ആലോചനയുടെ ആത്മാവ് ആവശ്യമാണ്. ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലഭിച്ച സത്യം പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെയും രോഗശാന്തിയുടെയൊക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് ആ സത്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധിയുടെയും വിശുദ്ധിയും ദൈവം വെളിപ്പെടുത്തിയ സത്യം എന്ന് പറയുന്നത് വിശുദ്ധിയും സമ്പൂർണവുമായ സത്യങ്ങളാണ്. ദൈവിക ഇടപെടലുകൾക്ക് ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ആലോചനയുടെ ആത്മാവ് ആവശ്യമാണ്. കള്ളപ്രവാചകന്മാരൊക്കെ അധികം ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ നിലയിൽ മക്കളെ നമുക്ക് ജീവിക്കാൻ ദൈവത്തിൻ്റെ ആലോചനയുടെ ആത്മാവ് ആവശ്യമാണ്. ഭാവി വെളിപ്പെടുത്താൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളിൽ ഒന്നാണ്. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് യോഹന്നാൻ 16:13 പറയുന്നില്ലേ. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനുള്ള അഭിഷേകങ്ങൾ ആവശ്യമാണ്. ഒടുവിലത്തെ 7-ാമത്തെ ആത്മാവ് യെശയ്യാപ്രവചനം 11:1 പറയുന്നത് യഹോവ ഭക്തിയുടെ ആത്മാവെന്നാണ്. ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപബോധമുണ്ടാകുന്നുണ്ട്. കർത്താവിന് അനിഷ്ടമായത് ചെയ്യാൻ തക്കവണ്ണം ജനം ദൈവത്തെ ഭയപ്പെടും. ഈ അഭിഷേകം രാജ്യത്തിൻ്റെ മേലോ ഒരു ജനതയുടെ മേലൊക്കെ വരാവുന്നു. 35:5 യോശുവ 2:9 ഒക്കെ നമുക്കത് കാണും. ഉണർവുണ്ടാകാൻ, ഈ കാലത്തൊരു ഉണർവുണ്ടാകാൻ ആവശ്യമായത് യഹോഭക്തിയുടെ ആത്മാവാണ്. ദൈവഭയം നമ്മിലുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടല്ല, അത് പരിശുദ്ധാത്മാവിലാണ്. ശരിയായ ഭയം, ദൈവത്തോടുള്ള സ്നേഹപൂർണമായ ബഹുമാനമൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ ഈ ആത്മാവ് നമ്മിൽ ഉണ്ടാകണം. പുതിയ നിയമസഭയിൽ അപ്പോസ്തലപ്രവൃത്തി 5-ാം 10 മുതൽ 13 വരെ നമ്മൾ കാണുന്നത് സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിനിടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവരെല്ലാവരും ഏകമനസ്സോടെ ശലോമോന മണ്ഡലത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോന്നു എന്ന് വായിക്കുന്നില്ലേ. അത് അവരുടെ മേൽ പകർന്ന ഈ ആത്മാവിൻ്റെ സ്തോത്രം ഫലമായിരുന്നു. അനന്യാസും സഫീരയുടെ മേൽ ദൈവം അയച്ച ന്യായവിധി നിമിത്തം
ജനത്തിന് പരിശുദ്ധാത്മാവ് പാപബോധം വരികയുണ്ട്. അവർ വളരെ ആത്മാർത്ഥതയുള്ളവരായി മാത്രമാണ് സഭയിൽ പ്രവേശിച്ചിരുന്നത്. ഉണർവിൻ്റെ കാലങ്ങളിലൊക്കെ ഈ ആത്മാവ് വ്യാപരിച്ചിട്ടുണ്ട്. ജനത്തെ മുഴുവൻ അവൻ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന. വെയിൽസിൽ ഉണർവുണ്ടായപ്പോൾ നമുക്കറിയാം, മദ്യശാലകളൊക്കെ പൂട്ടിയിടുന്നു. ജനത്തിൻ്റെ ഉള്ളിലൊരു വലിയ ഭയമുണ്ടായി. പാപം ചെയ്യാൻ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടായി. അവരേങ്ങലടിച്ച് കരയാനും മുട്ടിൽ കിടന്ന് കരയാനും ഒക്കെ അവർ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. സ്വീഡനിൽ ഉണർവുണ്ടായിരുന്ന കാലത്ത് സ്ത്രീപുരുഷന്മാർ പാപബോധമുള്ളവരായി രാത്രി യാമങ്ങളിൽ ഉണർന്ന് എഴുന്നേറ്റിരുന്ന് അവർ കരഞ്ഞിരുന്നു. ആ സമയത്തും ഏത് സമയത്തും തുറന്നിരുന്ന പള്ളികളിൽ അവരെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാലത്തും നമുക്ക് ആവശ്യം ഈ ആത്മാവാണ്. നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണമുള്ളവരായി തീരുമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകരും. അപ്പോൾ നമ്മൾ വേഴും കാഴ്ചക്കാരെ മാത്രമാകില്ല, നമ്മൾ ദൈവാത്മാവിൻ്റെ പങ്കാളികളായി ശുശ്രൂഷയിലൊക്കെ പങ്കാളികളായി മാറും. ഇത് പരിശുദ്ധാത്മ സ്നാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആത്മനിറവിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇത് അഭിഷേകമാണ്. ആത്മസ്നാനത്തിലൂടെ നമുക്ക് ആത്മാവിൻ്റെ ഫലപൂർണ്ണതയൊക്കെ ഉണ്ടാകും. എന്നാൽ ഇത് ലഭിക്കേണ്ടത് അഭിഷേകമാണ്. പ്രാകാരത്തിൽ നിന്നല്ല, വിശുദ്ധ സ്ഥലത്തിലെ അനുഭവമാണ് ഇത്. അവൻ പ്രാകാരത്തിൽ വെച്ച് ആത്മസ്നാനം പ്രാപിക്കും. വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ ആത്മാവിൻ്റെ ഭാവങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ദൈവവചനത്തിൽ അത് വായിക്കാൻ കഴിയും. അപ്പോസ്തലനായ എഫെസോസിലെ സഭ എല്ലാവരും അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിനെ പ്രാപിച്ചവരാണ്. എന്നാൽ എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 17-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ അവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് പരിശുദ്ധാത്മ സ്നാനമല്ല, അതിനപ്പുറമായി ലഭിക്കേണ്ട ഒരനുഭവമാണ്. ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിന് ലഭിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വരണം. ഈ നിലവിളക്ക് കത്തിക്കുന്നത് ഇടിച്ചെടുത്ത ഒലിവെണ്ണ കൊണ്ടാണ്. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണും. അത് ഈ ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതിന് ദൈവമക്കൾ ഇടിച്ചെടുത്ത ഒലിവെണ്ണ കൊണ്ടുവരും. ഈ ഒലിവെണ്ണ കൊണ്ടുവരുമ്പോൾ ഈ ഒലിവെണ്ണ നമുക്ക് കടയിൽ പോയി വാങ്ങാൻ കഴിയുന്നതല്ല. ഇതിന് നല്ല ഒലിവ് മരങ്ങൾ ഉണ്ടാകണം. നമ്മളൊക്കെ നല്ല ഒലിവ് മരങ്ങളായി മാറണം. അത് കായ്ക്കണം, നല്ല ഒലിവ് കായ്കൾ ഉണ്ടാകണം. ആ കായ്കൾ അത് പാകമാകുമ്പോൾ അതെടുത്ത് ചക്കിലിട്ട് ചാട്ടിയിട്ടാണ് എണ്ണ ഉണ്ടാകുന്നത്. ഈ വലിയ പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ മക്കളെ ഈ എണ്ണ ഉണ്ടാകുള്ളൂ. എങ്കിലേ ഈ നിലവിളക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഈ അഭിഷേകത്തിന് നമ്മൾ വില കൊടുത്തേ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ഈ ചക്കിൽ ഈ കായ എടുത്തൊരു പൾപ്പായി തീരണം, അല്ലേ? അതിനുവേണ്ടി അനുവദിക്കണം. ഗസമനായ എന്ന വാക്കിന് എണ്ണച്ചക്ക എന്നാണ് അർത്ഥം. നമ്മുടെ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചിന്തിയിട്ടല്ലേ ആ എണ്ണ ചക്കിലിട്ട് ആട്ടുന്നത് പോലെ ഗസമനായിൽ വെച്ച് കർത്താവ് അനുഭവിച്ച വേദന, രക്തത്തുള്ളികൾ, വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങൾ പോലെ താഴോട്ട് വീഴുകയാണ് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എന്നിലാകട്ടെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാഴമായ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ ഈ നിലവിളക്ക് ശോഭിക്കൂ. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്, ആത്മസ്നാനം പ്രാപിച്ചവരാ. പക്ഷേ ഈ ദീപങ്ങൾ, 7 ദീപങ്ങൾ നമ്മിൽ കത്തണമെങ്കിൽ ഈ ഒടിച്ചെടുത്ത ഒലിവെണ്ണം നാം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിലവിളക്കിൻ്റെ ദീപങ്ങൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെന്നാണ് പുറപ്പാട് 27:20 പറയുന്നത്. പലപ്പോഴും കത്തുകയല്ല, നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ പുതിയ എണ്ണയിൽ നിരന്തരം അഭിഷേകം ചെയ്യപ്പെടുന്ന ബുദ്ധിയുള്ള വിശ്വാസികൾ, അല്ലെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എന്ന് പറയുന്നത് പോലെ ആയി നമ്മൾ മാറണം. അങ്ങനെ എന്നും എപ്പോഴും ശോഭിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ പാഠം കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഗസമനായുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയാൽ എന്ന് പറഞ്ഞാൽ
ആഴത്തിലുള്ള സമർപ്പണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള സമ്പൂർണമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി വില കൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ, ദൈവം നമുക്ക് ഈ ആത്മാവിൻ്റെ ജ്വാല നമ്മിൽ കത്തിക്കും. ഈ 7 ദീപങ്ങളും യേശുവിൽ ജ്വലിച്ചതുപോലെ നമ്മിലും ജ്വലിക്കും. അങ്ങനെ നമുക്ക് വിശുദ്ധ സ്ഥലത്ത് പ്രഭ ജ്വലിപ്പിക്കുവാനിടയാകും. കുഞ്ഞുങ്ങളെ, നിങ്ങളെ അതിനായി കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ പാഠം നിങ്ങൾക്ക് അതിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോഭക്തിയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടാനിടയാകട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഈ പാഠങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ പാഠങ്ങളിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി മാറാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അഭിഷേകത്തിൻ്റെ നിറവുകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം ദൈവകൃപ അവരുടെ മേൽ പകരണമേ. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് വരണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് വീണ്ടും കടന്നു വരാം. God bless you.